ഇത് 20 വർഷമായിട്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മദ്യപാനത്തിനും ബാക്കിയുള്ള ദുശീലങ്ങൾക്കും ബാക്കിയുള്ള അതിക്രമങ്ങൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. എന്തായാലും ഇപ്പം ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് കൊച്ചുങ്ങളെ ഭാഗ്യമായിരിക്കും. അടുത്ത തലമുറ എത്രയെങ്കിലും കുട്ടികൾ രക്ഷപ്പെടാനുള്ള ഒരു വലിയൊരു സംരംഭമാണിത്. ഈ ഒരു ഇന്റർനാഷണൽ കുളത്തിന് ശവമോക്ഷം ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് ഒരു 20ാമത്തെ വയസ്സിൽ ഇവിടെ കുഴിച്ചിട്ടതാണ്. കുഴിച്ചിട്ട് ഇതിൻ്റെ പേരിൽ കാശുണ്ടാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുന്ന് മണലൂറ്റി കൊണ്ടുപോയി ഒക്കെ ഒരു വലിയൊരു കുളമായിട്ട് ഇത് അവശേഷിച്ചു. 2 മരണങ്ങൾ വരെ ഈ കുളത്തിൽ നടന്നു. എന്നിട്ട് പോലും ഒരു സർക്കാർ മാറി വന്ന ഒരു സർക്കാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. MLA അതിന് നേരെ നിരന്തരമായ ഇടപെടൽ കാരണം അതിൻ്റെ കുളം ഫണ്ട് കൊണ്ടുവരികയും ചെയ്യുകയാണ് ചെയ്തത്. നമസ്കാരം. ഒടുവിൽ നമ്മുടെ ഈ ഒരു ഇന്റർനാഷണൽ കുളത്തിന് ശവമോക്ഷം ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് ഒരു 20ാമത്തെ വയസ്സിൽ ഇവിടെ കുഴിച്ചിട്ടതാണ്. കുഴിച്ചിട്ട് ഇതിൻ്റെ പേരിൽ കാശുണ്ടാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുന്ന് മണലൂറ്റി കൊണ്ടുപോയി ഒക്കെ ഒരു വലിയൊരു കുളമായിട്ട് ഇത് അവശേഷിച്ചു. 2 മരണങ്ങൾ വരെ ഈ കുളത്തിൽ നടന്നു. എന്നിട്ട് പോലും ഒരു സർക്കാർ മാറി വന്ന ഒരു സർക്കാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അനാഥമായി ഒരു അനാഥ ശവമായി ഇവിടെ കിടക്കുകയായിരുന്ന കുളത്തിനാണ് ഇപ്പോൾ ശവമോക്ഷം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ പണികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. അത് മാത്രമല്ല ഏകദേശം 1 മാസത്തിനകത്ത് പണി പൂർത്തിയാക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടാ, ഇത് എങ്ങനെയാണ് പെട്ടെന്ന് ഈ പണിയൊക്കെ തുടങ്ങിയത്? ഇത് MLAയുടെ നിരന്തരമായ ഇടപെടൽ കാരണം MLA ഫണ്ട് വയ്ക്കുകയും അങ്ങനെ ആ വർക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റി. ജനങ്ങളുടെ ഇവിടുത്തെ നീന്തൽ താരങ്ങൾ അവരും കൂടെ ശ്രമഫലമായി MLA കാണുകയും MLA അതിന് ഫണ്ട് വയ്ക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു ക്ഷേത്രക്കുളമുണ്ട്. ശ്രീ ശാസ്ത സ്വിമ്മിംഗ് ക്ലബ് എന്നാണ് എൻ്റെ പേര്. അവിടെ നിന്ന് ഇവിടെയുള്ള ഏകദേശം 100 പിള്ളേർക്ക് ഇവിടെ നിന്ന് ജോലി കിട്ടിയ ഒരു കുളം കൂടിയാണ് ആ കുളം. അതൊരു പുരാതനമായ ഒരു അമ്പലക്കുളമാണ്. അവരുടെ നിരന്തരമായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു കുളം വേണമെന്ന ആവശ്യം ഉണ്ടാവുകയും പിന്നെ ഇവിടെ ഒരു കുളം കുഴിക്കുകയും ചെയ്തു. പക്ഷേ വർഷങ്ങളായി, 20 വർഷമായി ഒരു ശവമോക്ഷം കിട്ടാതെ കിടക്കുന്ന കുളമായിരുന്നു ഇത്. ഇപ്പം അവരെല്ലാവരുടെയും പരിശ്രമം ഉണ്ടല്ലോ, ഇവിടുന്ന് പോയ പിള്ളേരുടെയൊക്കെ പരിശ്രമം ഉണ്ടല്ലേ? പരിശ്രമമുണ്ട്. MLA അതിന് നേരെ നിരന്തരമായ ഇടപെടൽ കാരണം അതിൻ്റെ കുളം ഫണ്ട് കൊണ്ടുവരികയും ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം പണി ഏകദേശം 3/4 ഭാഗമായി. 70% പണി പൂർത്തീകരിച്ചു. ബാക്കിയുള്ള പണിയും കൂടെ ഒരു 1.5 മാസത്തിനകത്ത് പണി പൂർത്തീകരിക്കും. ഇതില് ഫെൻസിംഗ് ഒക്കെ ഉണ്ടല്ലേ? ഫെൻസിംഗ് ഉണ്ട്, ഫുള്ള് ഫെൻസിംഗ് ഉണ്ട്. ഈ കുളത്തിലെ വെള്ളമൊക്കെ മാറ്റുമോ? അത് ഇങ്ങനെ ഇവിടെ ഒരു ചാലുണ്ട്. ഈ ചാലിൽ കൂടെ വെള്ളം അപ്പുറത്ത് തോട്ടിപ്പോകും. ഇത് പണി പൂർത്തിയായ ഉടനെ ഈ പറയുന്ന നീന്തൽ താരങ്ങളൊക്കെ തുറന്നു കൊടുക്കുമോ? അതെ, തുറന്നു കൊടുക്കും എന്നാണ് പറയുന്നത്. ഇവിടുത്തെ നീന്തൽ താരങ്ങൾ നിരന്തരമായി ഇവിടെ വരികയും. കാരണം ഞാൻ ഒരു പറയട്ടെ, ഇത് 20 വർഷമായിട്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മദ്യപാനത്തിനും ബാക്കിയുള്ള ദുശീലങ്ങൾക്കും ബാക്കിയുള്ള അതിക്രമങ്ങൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. ആയിരുന്നു സ്ഥലമായിരുന്നു. ആ ഒരു സ്ഥലമാണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഈ ഒരു മാറ്റം കാണുന്നത്. മാറിയില്ലേ? ഇപ്പൊ മാറി. എന്തായാലും പണി പൂർത്തിയാകുമ്പോ വേറൊരു മുഖച്ഛായ വരുമല്ലേ? മുഖച്ഛായ വരും. ഇതിനൊരു നീന്തൽ താരങ്ങളെ ഇനിയും വാർത്തെടുക്കാൻ കഴിയും. ഒരു പക്ഷേ ആലന്തറ എന്ന ഗ്രാമത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായി ഈ സ്ഥലം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചേച്ചിക്ക് അറിഞ്ഞൂടെ എത്ര വർഷമായി ഇങ്ങനെ നടന്നിട്ട്? ഒരുപാട് വർഷങ്ങളായി. 20 അല്ല, പെരേടം വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും പിന്നെ ഒരു പകുതി പണി ചെയ്ത് ആ പകുതി പണി പിന്നെ രണ്ടാമത് വന്നവർ പിന്നെ അത് ഇടിച്ച് കളഞ്ഞ്. രമണി പി നായർ ഇരുന്ന കാലത്ത് കുറച്ച് 1 ലക്ഷം 10 ലക്ഷം രൂപ കണ്ട് അനുവദിച്ച് അത് ചെയ്തിട്ട് അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അത് വീണ്ടും ഇടിച്ച് കളഞ്ഞ്. പിന്നെ വേറെ 2 പേര് വന്ന് 2 പ്രാവശ്യം പൈസ അനുവദിച്ചിട്ട് അത് ചെയ്യാൻ ആളില്ല. ഇത് ടെൻഡർ പിടിക്കാൻ ആളില്ലാതെ കളഞ്ഞിരുന്നു. എന്തായാലും ഇപ്പം ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് കൊച്ചുങ്ങളെ ഭാഗ്യമായിരിക്കും. തലമുറ എത്രയെങ്കിലും കുട്ടികൾ രക്ഷപ്പെടാനുള്ള ഒരു വലിയൊരു സംരംഭമാണിത്. അത് നേരെയാക്കിയെടുത്ത ഈ നാട്ടിനും എത്രയും കുടുംബങ്ങൾക്ക് നല്ലൊരു കാര്യം. ഇവിടെ മുഖച്ഛായ മാറും നമ്മുടെ നാടിന്റെ. തീർച്ചയായിട്ടും മാറും. ഒരു പക്ഷേ കേരളത്തിന്റെ മൊത്തം കണ്ണിങ്ങോട്ട് വരും. തീർച്ചയായിട്ടും വരണം. എങ്കിലല്ലേ നമുക്കും കൂടെ ഒരു വിലയുള്ളൂ. നമ്മളിവിടെ ജനിച്ചു വളർന്നതാണ്. അപ്പൊ കാട്ടും പ്രദേശം പോലെ എവിടെയെങ്കിലും തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ കിടന്ന കാലത്തുള്ളതും ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ ഇതെല്ലാത്തിൽ നിന്നും വളരെ വ്യത്യാസമുള്ള ഒരു സ്ഥലമായി മാറിയ ഈ കുളമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ വരാനുള്ള സാധ്യത. മദ്യം ഇവിടെ ഒരു വലിയ മരം ഉണ്ട്. അതിന്റെ മുട്ടിലാണ് ആളിൽ കിടക്കുകയും എല്ലാ ഇതും ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഈ കോവിലിൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഞാൻ ഈ കോവിലിൽ മിക്ക ദിവസവും പോകുമായിരുന്നു. ഇപ്പം പോകില്ല, കാരണം പോകാൻ പറ്റില്ല. കുടിയന്മാരെ കാരണം പറ്റൂല. ഈ ഇവിടെ വന്നിട്ട് അതുപോലെ പാലത്തിലുമായിട്ട് തീറ്റയും കുടിയായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രായം കൂടുതലായാലും ആളുകൾ എന്തെങ്കിലും നമ്മളെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നാണക്കേടല്ലേ. അതുകൊണ്ട് ഇപ്പം കോവിലിൽ പോകില്ല, പോകാൻ പറ്റൂല. ആ സാഹചര്യമായിരുന്നു ആലന്തറ. ഇന്ന് ഈ കുളം കൊണ്ടൊരു വലിയ മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും. എന്തായാലും കണ്ടപ്പം വളരെ സന്തോഷം തോന്നുന്ന കാര്യം മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ആ ഒരു കൊച്ചു കുളത്തിൽ നിന്ന് ഏകദേശം 100ഓളം കുട്ടികൾക്കാണ് റെയിൽവേയിലും പോലീസ് ഒരുപാട് കുട്ടികൾ പോലീസിലും റെയിൽവേയിലും ഒക്കെ ആയിട്ട് ഒരുപാട് സർക്കാർ ജോലി കിട്ടിയ ഒരു ചെറിയ കുഞ്ഞു കുളം അവിടെ ഉണ്ടായിരുന്നു.
അവിടെ നിന്ന് ഈ ഒരു വലിയ കുളത്തിലേക്ക് മാറുന്നത് ഒരു നാടിന്റെ മുഖച്ഛായയാണ്. സ്പേസ് വേണ്ടി ക്യാമറമാൻ അൻഷാദിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.